പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ് നാളെ. അമിത്ഷായും മോദിയും ഒക്കെ ഇറങ്ങി ഉഴുതുമറിച്ച ഒരു നിലമാണത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയിലാണ്, BJP ഒന്നടങ്കം പ്രതീക്ഷയിലാണ്. എന്തായിരിക്കും ആഫ്റ്റർ ഇഫക്റ്റ്? കേരളത്തിൽ ഈ ഇലക്ഷൻ പ്രചാരണം നടന്നപ്പോൾ മോദി എത്ര തവണയാണ് വന്നത്? 2 തവണ, അല്ലെങ്കിൽ 3 തവണ, 3 സ്ഥലത്തായിട്ട് പ്രചരണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥ അതല്ല. പശ്ചിമ ബംഗാൾ BJPക്ക് പിടിച്ചേ മതിയാവും. അവിടെ BJPക്ക് അധികാരത്തിൽ വരണം, അല്ലാതെ മറ്റൊരു വഴിയില്ല, മറ്റൊരു ഓപ്ഷനില്ല. 30 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലെത്തിയത്. പശ്ചിമ ബംഗാളിൽ വിവിധ റാലികൾ നടത്തിയത്. ആ റാലികളിലെല്ലാം തന്നെ ജനസാഗരമായിരുന്നു നിരുന്നത്. അത് മാത്രവുമല്ല, തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ഇതുവരെയും ഒരു പ്രധാനമന്ത്രിയും പശ്ചിമ ബംഗാളിൻ്റെ മണ്ണിൽ ഇറങ്ങി ചെയ്യാത്ത കാര്യം. അവിടുത്തെ ജനങ്ങളോട് സംവദിക്കുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ ഓരോന്നും, ഒരു ചെറിയ മൈന്യൂട്ട് പ്രശ്നങ്ങൾ വരെ അഡ്രസ്സ് ചെയ്യുന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല, 77 തവണ പശ്ചിമ ബംഗാളിൽ വന്ന് ജനങ്ങളുമായി സംവദിച്ച് റാലി നടത്തി ഇലക്ഷൻ പ്രചരണം നടത്തി മടങ്ങിപ്പോകാതെ അവിടെ തന്നെ നിൽക്കുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പശ്ചിമ ബംഗാളിൻ്റെ മണ്ണ് എങ്ങോട്ട് ചിന്തിക്കണം എന്നുള്ളതിനെ പറ്റി നിർണായകമായ ഒരു നിലപാട് BJPക്കുണ്ട്. ആ നിലപാട് കൃത്യമായി എത്തിക്കുന്നത് ആ പശ്ചിമ ബംഗാളിൻ്റെ മാറ്റത്തിനാണ്, അവിടുത്തെ വികസനത്തിനാണ്, അവിടുത്തെ ശരിയായ രാഷ്ട്രീയത്തിലേക്കാണ്. 2021 സർവ്വതും കീഴടക്കി എല്ലാത്തിനും മുകളിൽ കയറിയിരുന്ന് ഭരിക്കുന്ന മമതാ ബാനർജിക്ക് ഒരു മറുപടി കൊടുക്കാനാണ് BJP അവിടുത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. മമതാ ബാനർജി ആയിരുന്നു മെയിൻ ടാർഗറ്റ്. അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അവരെ ആക്രമിച്ചുകൊണ്ടാണ് BJP അവിടെ രാഷ്ട്രീയ പ്രചാരണം നടത്തിയത്. പക്ഷേ ഇപ്പോൾ BJP അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു. BJP മമതാ ബാനർജിയെ വ്യക്തിപരമായി ആക്രമിക്കുകയല്ല ചെയ്യുന്നത്, പകരം അവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുകയാണ്. നമ്മൾ നമ്മുടെ ശത്രുവിനെതിരെ ഘോരഘോരം വാദിക്കേണ്ട കാര്യമില്ല. അവരുടെ ചെയ്തികൾ എന്താണ്, ഇതാ കണ്ടോ ജനങ്ങളെ, ഇതല്ലേ ഇവർ ചെയ്യുന്നത് എന്നെടുത്ത് കാണിച്ചാൽ മാത്രം മതിയാകും. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ബംഗാളിലാകെ വീശിയടിക്കുന്ന ഒരു ഭരണവിരുദ്ധ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് 92% ആൾക്കാരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അത്രയേറെ SIR വന്ന് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തായിട്ടും 92% ആൾക്കാർ അവിടെ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് TMCക്കെതിരായ ഒരു നിലപാടിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. BJP അവിടെ അധികാരത്തിൽ വരണമെന്ന് അവിടുത്തെ ജനങ്ങൾ കൂടി ആഗ്രഹിക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഗുണ്ടാരാജ് അവസാനിപ്പിക്കണം. അവിടെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. വോട്ടിംഗ് എന്ന് പറയുന്ന പരിപാടി അവിടെ നടത്താൻ അവർ സമ്മതിക്കില്ല. കാരണം ഞാൻ ഇപ്പോൾ ഒരു BJPക്കാരനാണ്, അല്ലെങ്കിൽ BJP സപ്പോർട്ടർ, അല്ലെങ്കിൽ TMCക്ക് സംശയമുള്ള ഒരാളാണ്, അവർക്ക് വോട്ട് ചെയ്യില്ല സംശയമുള്ള ഒരാൾ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, പോളിംഗ് സ്റ്റേഷൻ അതാ എൻ്റെ മുന്നിൽ കാണുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുന്നതിനൊരു 200 മീറ്ററോ 300 മീറ്ററോ വെച്ചിട്ട് TMCയുടെ ഗുണ്ടകൾ എന്നെ വന്ന് തടഞ്ഞിട്ട് പറയും, നിങ്ങൾ വോട്ട് ചെയ്യണ്ട, തിരിച്ചു പൊക്കോന്ന് പറയും. തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞാൽ ആദ്യം കത്തി കാണിക്കും, പിന്നെ ഒരു വാൾ കാണിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുർത്ത പൊക്കിയിട്ട് കാണിക്കും, കണ്ടോ ഇരിക്കുന്ന ഇരുമ്പ് തോക്കാണ്. ആ തോക്ക് കൊണ്ട് മറ്റുള്ളവരെ തോൽപ്പിച്ച് ജയിച്ചുകൊണ്ടിരുന്നതാണ് തൃണമൂൽ കോൺഗ്രസ്. അവിടെ എന്തായിരുന്നു പശ്ചിമ ബംഗാളിൻ്റെ ചരിത്രം? പശ്ചിമ ബംഗാളിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിച്ച് 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 മുടിച്ച് നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത ഒരു സംസ്ഥാനം. അതിനുശേഷം ആരാ വന്നത്? വിപ്ലവങ്ങളുടെ വിജയഗാഥകളും സുവർണ ലോകത്തിൻ്റെയും സമത്വ ലോകത്തിൻ്റെയും ആശയം പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകൾ വന്നു. ഗതികേടിൻ്റെ അങ്ങറ്റം പോയി. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ, ചൈനയേക്കാൾ ദയനീയമായിട്ട് സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. അങ്ങനെ ഗതികെട്ട ജനങ്ങൾ അവിടെ അവസാനം ഇവരെ എങ്ങനെയെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് നന്ദിഗ്രാം പ്രശ്നം ഉണ്ടാകുന്നത്. സാധാരണക്കാരായ പാവങ്ങളായ കർഷകർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അവർ വെടിവെച്ച് കൊല്ലുന്നു. ഗതികെട്ട ജനം അവിടുത്തെ മാവോയിസ്റ്റുകളെ പിന്തുണയ്ക്കാൻ തുടങ്ങി. മാവോയിസ്റ്റുകളാണ് ശരിയെന്ന് വിചാരിച്ചു. കമ്മ്യൂണിസ്റ്റുകളെന്ന് പറഞ്ഞിട്ട് തെറ്റാണല്ലോ നടപ്പിലാക്കുന്നത്, അപ്പോൾ ശരിയായ കമ്മ്യൂണിസം ഉണ്ടായിരിക്കും, ആ കമ്മ്യൂണിസത്തിനെ ഞങ്ങൾ പിന്തുണയ്ക്കാമെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും മാവോയിസ്റ്റുകളോടൊപ്പം ചേർന്നു. അപ്പോൾ മാവോയിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി, മാവോയിസ്റ്റുകളുടെ സഹായത്തോടുകൂടി അവിടെ CPMനെ ആക്രമിച്ച് അടിച്ചൊതുക്കി ഇല്ലായ്മ ചെയ്ത് എത്ര CPMമാരെ കൊന്നു കളഞ്ഞ് മാവോയിസ്റ്റുകളും TMCയും കൂടെ ചേർന്ന്. മമതാ ബാനർജിക്ക് മാവോയിസ്റ്റുകളുമായിട്ട് അവിശുദ്ധ ബന്ധമുണ്ടായിരുന്നു, ടേബിളിനടിയിൽ കൂടെയുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു, അതിലൂടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ TMC ഒന്നാം ഘട്ടത്തിൽ, അതായത് മമതാ ബാനർജി മുഖ്യമന്ത്രിയാകുന്നത് പശ്ചിമ ബംഗാളിൽ മാവോയിസ്റ്റുകളുടെ പിന്തുണയോടുകൂടിയാണ്. അപ്പോഴും അവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചു ഞങ്ങൾക്ക് നല്ല ജീവിതം കിട്ടുമല്ലോ എന്ന്. ഒന്നും കിട്ടിയില്ല. അവിടെ കിട്ടിയത് പട്ടിണിയും പരിവട്ടവും മാത്രമാണ്. സ്ത്രീകൾ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന നാടാണ്. എങ്ങനെ? കശ്മീരി പണ്ഡിറ്റുകൾ അറിയാമല്ലോ, മുസ്ലിങ്ങൾ വേട്ടയാടി കൊന്ന് അവിടെ നിന്ന് നാട് വിടേണ്ടി വന്ന സ്ത്രീകൾ, കശ്മീരി സ്ത്രീകൾ, കശ്മീരി പണ്ഡിറ്റുകളായിട്ടുള്ള സ്ത്രീകൾ
തീരെ ദരിദ്രരും അശരണരുമായിട്ടുള്ള ആരാരുമല്ലാതെ ഒരു ടെൻറ്റ് പോലും കിട്ടാത്ത ജനങ്ങൾ, അത്രയും ഗതികെട്ടവർ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടപ്പെട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ പറയുന്ന പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ അവസ്ഥ. ഒരു ഗതിയുമില്ലാതെ വന്നപ്പോൾ അവസാനം റെഡ് സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങേണ്ടി വന്നു. നമ്മൾ ബോംബെയിലെ റെഡ് സ്ട്രീറ്റുകളെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ആ റെഡ് സ്ട്രീറ്റുകളൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക. മഹാരാഷ്ട്രയിൽ നിന്ന് ഈ റെഡ് സ്ട്രീറ്റുകളുടെ സ്വഭാവത്തെ ഇല്ലാതാക്കി അവരുടെ ആ രീതികളെ ആദ്യം മാറ്റി അവരെ ഈ പറയുന്ന എന്താ സുരക്ഷിതമായ രീതിയിൽ തന്നെ ആ തൊഴിൽ ചെയ്യുന്ന രീതിയിലേക്കാണ് പഴയ ഗവൺമെൻറ്റുകളൊക്കെ അവരെ കൊണ്ടുവന്നത്. അതിനുശേഷം അവിടുത്തെ റെഡ് സ്ട്രീറ്റുകൾ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, എങ്കിലും അതിൻ്റെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. അവർ പുനരധിവസിപ്പിക്കുന്നു, പുതിയ ജീവിതം ഉണ്ടാക്കുന്നു, പുതിയ ആൾക്കാർ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ചെലുത്തുന്നു. അങ്ങനെ ക്ഷേമ നടപടികൾ സംസ്ഥാനത്തിലെ ഓരോ സംസ്ഥാനങ്ങളിലെ സർക്കാർ എടുക്കുന്നുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിൻ്റെ കാര്യം അതല്ല. അവർ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. വേശ്യാവൃത്തി എങ്കിൽ വേശ്യാവൃത്തി, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഗതികെട്ട് ഓൾഡ് സിറ്റി ആയിട്ട് ഇന്നും കൊൽക്കത്ത നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭൂമി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളായിരുന്നു. ഗംഗാനദിയും ബ്രഹ്മപുത്രയും ഒത്തുചേർന്ന് വന്നൊഴുകുന്ന ആ വലിയ ഫലഭൂയിഷ്ഠമായ ആ ഭൂമിയാണ് അവർ തലസ്ഥാനമാക്കിയത്. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു. ആ കൊൽക്കത്തയിൽ നിന്നാണ് ഇന്നത്തെ ഒട്ടും പുരോഗമനമില്ലാത്ത ഗതികെട്ട നാട്ടിലേക്ക് ഇത് മാറുന്നത്. അവിടെ BJP വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്ന ദീദിയുടെ കാര്യമോ അല്ലെങ്കിൽ മമതാ ബാനർജിയെ പറ്റിയിട്ടോ ഒന്നും പറയുന്നില്ല. അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം അവിടെ പറയുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഇവിടെ ഇനി മമതാ ബാനർജി അല്ല ഭരിക്കുന്നത്, അവരുടെ അനന്തരവനാണ്. ആ അനന്തരവൻ ഭരിക്കുമ്പോഴത്തേക്കും ഇവിടെ മൊത്തം നിങ്ങളുടെ എല്ലാ സാധ്യതകളും ഇല്ലാതാവും, നിങ്ങളുടെ പുരോഗതി ഇല്ലാതാവും, നിങ്ങളുടെ വികസനം ഇല്ലാതാവും, നിങ്ങൾ വീണ്ടും ഒരു ഗുണ്ടാരാജിലേക്ക് തള്ളിവിടും. എന്നിട്ട് മോദിയും അമിത്ഷായും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് TMCയുടെ ഗുണ്ടകളോട്, മര്യാദയ്ക്ക് കീഴടങ്ങിക്കോ, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെയ് 4-ാം തീയതി കഴിയുമ്പോൾ എല്ലാണത്തിനെയും അടിച്ച് പുറത്താക്കും. ബാക്കിയുള്ളവന്മാരെ വിട്ട് അകത്തിടും. ഇപ്പോൾ ഇല്ലാത്തവന്മാർ ഓടി രക്ഷപ്പെട്ടോണോ എന്നുള്ള വാക്ക് കൊടുക്കുന്നുണ്ട്, അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ അനന്തരവൻ ഭരിക്കും എന്നുള്ള ഒരു പേടി അവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ BJP ചെയ്തതെന്ന് പറഞ്ഞാൽ BJPക്ക് വൈവിധ്യമാർന്ന ഒരു വിശ്വാസധാരയുണ്ട്. അത് BJP അങ്ങോട്ട് മുന്നോട്ട് വെച്ച് ജയ് ശ്രീറാം അല്ല അവിടെ വയ്ക്കുന്ന മുദ്രാവാക്യം, ജയ് മാ കാളിയാണ്. കാളിയാണ് അവരുടെ ആരാധനാമൂർത്തി, അവരുടെ എല്ലാം മാ ദുർഗയാണ്. അപ്പോൾ അത് വയ്ക്കുന്നു. നിങ്ങൾ വിളിക്കേണ്ട ജയ് ശ്രീറാം അല്ല, നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് ജയ് മാ കാളിയാണ്, കാളിമായാണ്. അത് പരമഹംസരുടെ നാടാണ്, സ്വാമി വിവേകാനന്ദൻ്റെ നാടാണ്. അപ്പോൾ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വെച്ച് തദ്ദേശീയമായിട്ട് TMC എപ്പോഴും പറയുന്ന കാര്യം എന്തെന്നറിയാം, BJPക്കാർ വരുത്തന്മാരാണ്, ഇവിടെ ലോമാരല്ല എന്ന് പറയും. അതിനെ ബദൽ ഇട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അപ്പോൾ മോദിയുടെ റാലിയിലേക്ക് എത്തുന്ന ഒരു ജയ് മാ കാളി വിളിക്കുന്നുണ്ട്. അവർ ഒന്നിച്ച് നിന്നിട്ട് ഈ പറയുന്ന ദുർഗാഗാനങ്ങൾ പാടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാടിക്കൊണ്ട് അവിടുത്തെ സംസ്കാരവുമായിട്ട് ഇടകലർന്നാണ് മോദിയുടെ മുന്നേറ്റം എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബംഗാളി ഭാഷയിൽ മമതാ ബാനർജി എപ്പോഴും പറയുന്ന ബംഗാളി ദേശീയതയൊക്കെ പറയും. ആ ബംഗാളി ഭാഷയിൽ സംസാരിച്ചുകൊണ്ടുള്ള BJPയുടെ മുന്നേറ്റം, അവിടുത്തെ ലഘുലേഖകൾ, അവിടുത്തെ പ്രചാരണങ്ങൾ എല്ലാം ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷയിൽ ജനങ്ങളോട് സംസാരിക്കുന്ന നേതാക്കന്മാരെല്ലാം ബംഗാളികളാണ്. ഹിന്ദി ഇറക്കുമതികളൊന്നും BJPയിൽ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ വനിതാ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള BJPയുടെ മുന്നേറ്റം, വനിതകൾക്ക് മോദിയോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നു, BJPയോട് അടുക്കാൻ കഴിയുന്നു. മമതാ ബാനർജി ചെയ്ത കണ്ണീരിൻ്റെ ഫലം, അതായത് CPM കണ്ണൂരിൽ എന്താ ചെയ്തത്? ഒരു വീട്ടിൽ ഒരു വിധവ പദ്ധതി നടപ്പിലാക്കിയില്ലേ? അപ്പോൾ എല്ലാ വീട്ടിലും ഒരു വിധവ വീതം ഉണ്ടായിരിക്കും എന്നുള്ള പരിപാടിയാണ്. അതുപോലെയാണ് TMCയുടെ ഗുണ്ടകൾ BJPക്കാരെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് CPM അടക്കം, CPMമാർ BJPയുടെ ഓഫീസിലാണ് അഭയം തേടുന്നത്, രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇവർക്കെല്ലാം രക്ഷയാകുന്ന BJP. അപ്പോൾ ഓരോ രാഷ്ട്രീയ പ്രവർത്തകർ, TMC തൃണമൂൽ കോൺഗ്രസ് അല്ലാത്ത ഓരോ രാഷ്ട്രീയ പ്രവർത്തകരെയും കൊന്നൊടുക്കുന്ന, അവരുടെ ഭാര്യമാരുടെ സിന്ദൂരം മായ്ക്കുന്ന ഈ ഗുണ്ടാരാജിന് അറുതി വരുത്തണമെന്ന് അവിടെ മോദി പ്രസംഗിക്കുകയാണ്, BJP പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ കൃത്യമായിട്ട് ആർക്കൊപ്പം നിൽക്കും? മോദിക്കൊപ്പം നിൽക്കും, BJPക്കൊപ്പം നിൽക്കും. ആ ഒരു രീതിയിലാണ് പശ്ചിമ ബംഗാളിലെ ഇപ്പോൾ ഇലക്ഷൻ ട്രെൻഡുകൾ പോകുന്നത്. പ്രജിത പറഞ്ഞത് എക്സാക്റ്റ് കാര്യമാണ്. മോദിയും അമിത്ഷായും ഉഴുതു മറിച്ചിട്ട മണ്ണിലാണ് BJP വിത്ത് വിതറിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ മഴ പെയ്തൊഴിയുമ്പോൾ കൃത്യമായിട്ട് ആ റിസൾട്ട് വരുമ്പോൾ അവിടെ BJPയുടെ വിത്ത് മുളപൊട്ടിയിരിക്കും. അതൊരു വലിയ കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമി അവിടുത്തെ ജനങ്ങളുടെ വിശപ്പകറ്റും, അവർക്ക് ക്ഷേമം കൊണ്ടുവരും, അവർക്ക് വസ്ത്രം കൊടുക്കും, തൊഴിൽ കൊടുക്കും, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും. പശ്ചിമ ബംഗാളിൻ്റെ മുഖം മാറും, പക്ഷെ സമയമെടുക്കും. BJP അധികാരത്തിൽ വന്ന് 1, 2, 3, 4, 5 വർഷത്തിൽ അത് നടപ്പിലാവുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം അത്തരത്തിൽ BJPക്ക് എന്നല്ല ആർക്കും, ഈ ലോകത്തിലെ ഏറ്റവും മഹാനായിട്ടുള്ള ഭരണാധികാരി കൊണ്ടുവന്നാൽ പോലും
അവിടെ അത്രയ്ക്ക് പശ്ചിമ ബംഗാളിനെ തുലച്ച് നാമാവശേഷമാക്കി നശിപ്പിച്ചിട്ടേക്കാണ് മമതാ ബാനർജി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവർ ആലോചിക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പറയും കുടുംബത്തിന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടി. ഇവർക്ക് മരുമകന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് മരിക്കുന്നത് വരെ അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തടയിടാൻ പോവുകയാണ് ബി ജെ പി കൃത്യമായ പ്ലാനിങ്ങാണ്. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, രണ്ടാം ഘട്ടം 92 ചിലപ്പോൾ 95% വോട്ടിങ് നടന്നിരിക്കും എന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായ ഒരു ഫോർമേഷൻ ബി ജെ പിക്ക് അവിടെ സംഭവിക്കും. ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരും. അതിൽ യാതൊരു സംശയവുമില്ല. ബി ജെ പിയുടെ വിജയമാണ്. അതിൽ കുറഞ്ഞൊന്നുമില്ല, വിജയത്തിൽ കുറഞ്ഞൊന്നുമില്ല. അമിത്ഷായും ബോഡി ഇറങ്ങിയിരിക്കുന്നത് പശ്ചിമ ബംഗാൾ ബി ജെ പി പിടിച്ചിരിക്കും.